കുപ്പിച്ചില്ലുകളും മുള്ളുകളും ശരീരത്തിൽ കുത്തിക്കയറുന്നു. അങ്ങനെയുള്ള ഒരു വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കാടകം തന്നിട്ടുള്ളത്. ആ പന്നിക്കുഴിയിലേക്ക് വീണു പോകുന്നത് അത് ഈ റിയലായിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും ആ ക്രൂവും ക്രിയേറ്റീവ് വിങ്ങും എല്ലാം തന്നെ ചേർന്നെടുത്ത തീരുമാനങ്ങളാണ്. സിനിമയിലുള്ളതിനേക്കാൾ ചോര ഒഴുക്കിയ ഒരു സിനിമയാണ് കാടകത്തിൻ്റേത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വേദനയും അസ്വസ്ഥതയും ഒക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സിനിമയാണിത്. പ്രധാനമായിട്ടും അതിലെ പല സീനുകൾ ചെയ്യുമ്പോഴുള്ളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലമുകളിൽ നിന്ന് വീഴുന്നു എന്നുള്ള ഒരു 2 പ്രാവശ്യം വീഴുന്ന സീനുണ്ട്. ആ സീനിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് നമ്മൾ വീണ ശേഷം താഴേക്ക് കൊക്കയിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങളുടെ ക്രൂ ഒരു വലിയ രീതിയിൽ ചുറ്റിലും നിൽക്കുകയായിരുന്നു മലയുടെ താഴെയായിട്ട്. പക്ഷെ വീണ് കഴിഞ്ഞിട്ട് പിന്നെ അസിസ്റ്റൻസും അങ്ങനെയുള്ള ഹെൽപ്പ് ചെയ്യുന്നവരെല്ലാം ഓടി വന്ന് ചെയ്യുന്ന അടുത്തൊരു കാര്യം ഞങ്ങളുടെ കയ്യിലോ കാലിലോ മുറിവുകൾ നോക്കുകയല്ല, പകരം ഞങ്ങളുടെ കാലുകളിലും ശരീരത്തിലും കുത്തിക്കേറിയ കുപ്പിച്ചില്ലുകൾ എടുത്ത് കളയുകയായിരുന്നു. അപ്പോൾ അത് അത്രയും വേദനാകരമായിരുന്നു ആ ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഷോട്ട് ഒറ്റ ടേക്കിലെടുത്ത് ഓക്കെ പറയാൻ പറ്റുന്നതുമായിരുന്നില്ല. പലപ്പോഴും വീഴുമ്പോൾ നമ്മൾ അറിയാതെ കഥാപാത്രത്തിൽ നിന്ന് തെന്നിപ്പോവാറുണ്ട്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. വീണ്ടും ഇതുപോലെ തന്നെ കുപ്പിച്ചില്ലുകളും മുള്ളുകളും ശരീരത്തിൽ കുത്തിക്കയറുന്നു. അങ്ങനെയുള്ള ഒരു വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കാടകം തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ പന്നിക്കുഴിയിലേക്ക് വീണു പോകുന്നത് അത് ഈ റിയലായിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും ആ ക്രൂവും ക്രിയേറ്റീവ് വിങ്ങും എല്ലാം തന്നെ ചേർന്നെടുത്ത തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ചതുപ്പാണത്, ശരിയായ ചളിയാണ്. അപ്പം ഇത് ഒരുപക്ഷെ വെറുതെ നടന്നു പോയിട്ട് നമ്മൾ അതിലേക്ക് വീണു പോകുന്നതല്ല ആ സീന്. അതൊരു മുകളിൽ നിന്ന് താഴേക്ക് യാദൃശ്ചികമായി മുകളിൽ നിന്ന് താഴേക്ക് യാദൃശ്ചികമായി വീണു പോകുന്നതാണ്. അപ്പോൾ ആ ഒരു വീഴ്ച ചളിയിലേക്ക് വന്ന് വീഴുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചളി തുപ്പിക്കളയാണ് ചെയ്തത്. വായിലെല്ലാം ഇത്തരം ചളി നിറഞ്ഞ് അത് തുപ്പിക്കളയാണ് ചെയ്തത്, കൂടെ ചോരയും. കാരണം ആ വീഴ്ചയിൽ മുഖമടിച്ച് വീഴുകയും മറ്റും ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുഴുവിൻ്റെ കുറേ ഷോട്ടുകൾ അത് എനിക്ക് ശാരീരികമായിട്ടല്ലെങ്കിൽ കൂടിയും അതെനിക്ക് മാനസികമായിട്ടാണ് ശരിക്കും അസ്വസ്ഥത ഉണ്ടാക്കി തന്നത്. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ജീവനുള്ള പുഴുക്കളെ കൊണ്ടിടുന്നു. അത് മണിക്കൂറുകളോളം ഞാൻ ആ ശരീരത്തിൽ വെച്ചിരിക്കേണ്ടി വരുന്നു. കാരണം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളോളം ഈ പുഴുക്കളുമായിട്ട് എനിക്കവിടെ കിടക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റിസ്ക്കുകൾ. പിന്നെ കിലോമീറ്ററുകളോളം മുന്നോട്ട് നടക്കുന്നു, മല കയറുന്നു. ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാറില്ല, വെള്ളം കിട്ടാറില്ല. വല്ലരും മലയിൽ നിന്നൊക്കെ വരുന്ന അരുവികളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമൊക്കെ കുടിച്ചും മറ്റുമാണ് ഞങ്ങൾ ഇത്രയും ദിവസം 20ഓളം ദിവസം കാടുകളിലൂടെ സഞ്ചരിച്ചത്. പലപ്പോഴും ഞങ്ങൾക്ക് വഴിതെറ്റി പോകാറുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അപകടകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നീട് ഞങ്ങൾ വന്ന വഴികൾ കാണുന്നില്ല. അപ്പോൾ കാടിനകത്ത് 20ഓളം പേര് നിന്നിട്ട് പോലും ഞങ്ങൾ ഭയത്തോടു കൂടിയിട്ടാണ് അതിനെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് സാധ്യതകളെന്ന് പറയുന്നത് വളരെയധികം ക്രിട്ടിക്കലായ, വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു പോയത്. അതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ക്രിയേറ്റീവ് റിസ്ക്കുകളുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ ഒറ്റപ്പെടുകയും ഞങ്ങളെക്കാൾ കൂടുതൽ മുറിവേറ്റ് വാങ്ങുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ കഥയാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് കുറച്ചെങ്കിലും നീതി പുലർത്തണമെന്ന ഒരു സത്യസന്ധമായ ആഗ്രഹം ഞങ്ങളുടെ ഓരോ ക്രൂ മെമ്പേഴ്സിനും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ സിനിമയെ എത്ര വേദനാകരമായിട്ടുള്ള സഞ്ചാരമാണെങ്കിൽ പോലും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായത്. പിന്നെ ഞാനൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, മുഖ്യധാര സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പുതുമുഖമാണ്. അപ്പോൾ എത്രത്തോളം സക്സസ് ചെയ്യും അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് കഴിയുന്നത്ര നല്ല രീതിയിൽ
ഈ കഥാപാത്രത്തോടും ഈ കഥയോടുമൊക്കെ സത്യസന്ധത പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും സിനിമ കണ്ട് നിങ്ങളുടേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.